ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിനിയും ജെയിനും ആണ്. അവർക്ക് ന്യൂസിലാൻഡിൽ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് എത്ര നാളായെന്ന് പറഞ്ഞേ? ഓക്കെ. നിങ്ങളിപ്പോൾ ഒരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനത്തെ ഒരു വീടാണ് നിങ്ങളുടെ പ്ലാനിലുള്ളത് എന്നൊക്കെയുള്ള ഒന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ യൂഷ്വലി ഒരു 3 to 4 ബെഡ്റൂം വീടാണ് ഞങ്ങൾ ഡ്രീം ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ വർക്ക് പ്ലേസിന്റെ ഒരു 10 കിലോമീറ്റർ അകലെ ഉള്ളൊരു വീട്, ന്യൂലി ബിൽഡ് ആണെങ്കിൽ സന്തോഷം. അതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ്. അതെ അതെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തൊക്കെയായിരിക്കും ക്രൈറ്റീരിയാസ് ഉണ്ടാവുക? സ്കൂൾ സോണിലുള്ള വീടായിരിക്കണം, അവിടെ 2 പിള്ളേരുണ്ട്. പിന്നെ നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട്, എന്നാൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ളൊരു വീട് അല്ലേ? ഓക്കെ, എന്താ നിങ്ങൾ ഏതെങ്കിലും വീട് കാണാൻ പോവോ? എന്തെങ്കിലുമൊക്കെ ചെയ്താ? 2-3 വീടൊക്കെ കാണാൻ പോയി. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഒരു സംശയങ്ങളൊക്കെ തോന്നി. എങ്ങനെയാണ് ഈ വീടിന്റെ വില നിർണ്ണയിക്കുന്നത്, നമുക്ക് എങ്ങനെ ലോൺ അപ്രൂവൽ ആകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് അല്ല പ്രീ അപ്രൂവൽ എടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ബാങ്കിൽ അപ്രോച്ച് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ബാങ്കിൽ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. അപ്പം അവർ പറഞ്ഞത് ഇനിഷ്യൽ ഡിപ്പോസിറ്റ് ഒരു $80,000 ആയിട്ട് വന്നാൽ ഞങ്ങൾക്ക് അപ്രൂവൽ ചെയ്ത് തരാമെന്ന് ഒരു നിർബലി പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രീ അപ്രൂവൽ വേണം എന്നുള്ള രീതിയിലല്ല ബാങ്കിനെ അപ്രോച്ച് ചെയ്തത് തോന്നുന്നു അല്ലേ? ജസ്റ്റ് ഒരു പേഴ്സണൽ ലോൺ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനത്തെയൊക്കെ വീടുകളുണ്ട് എന്നുള്ളതിനൊക്കെ അറിയണം. കാരണം ഞങ്ങളത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ടൈപ്പ് വീടുകളുണ്ട്, അതായത് എങ്ങനെ ബിൽഡ് ചെയ്തു, അത് ബ്രിക്ക് ആൻഡ് ടൈലുണ്ട്, വെതർ ബോർഡ് ഉണ്ട്, പ്ലാസ്റ്റർ കാസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ വീടുകളുണ്ട്, പ്ലാസ്റ്റർ വീടുകളുണ്ട്. അത് ബ്രിക്ക് ആൻഡ് ടൈലാണ് കുറച്ചും കൂടി നല്ല വീടുകളെന്നല്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വീടുകൾ, അത് മോയിസ്റ്റ് ഒന്നും പിടിച്ച് പെട്ടെന്ന് കേട് വരാത്ത രീതിയിലുള്ള വീട്. പക്ഷെ ബ്രിക്ക് ആൻഡ് ടൈൽ വീടുകളിലൊന്നും ന്യൂ ബിൽറ്റ് അധികം വരുന്നില്ല, പഴയ വീടുകളായിരിക്കും ഉള്ളത്, എക്സിസ്റ്റിംഗ് ഹോംസ് ആയിരിക്കും ഉള്ളത്. ഇവിടെ എക്സിസ്റ്റിംഗ് ഹോംസ് ഭയങ്കര വിലയുള്ളതാണ്. അതുപോലെ ന്യൂ ബിൽറ്റ് വരുന്നത് വെതർ ബോർഡുകളാണ് ന്യൂ ബിൽറ്റ് വീടുകൾ വരുന്നത്. പിന്നെ പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്ന വെച്ചിട്ട് ക്രോസ് ലീസ് ഉണ്ട്, ഫ്രീ ഹോൾഡ് ഉണ്ട്. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയും വീടും എല്ലാം നമുക്ക് വേറെ ആർക്കും അതിലിതില്ല. അതിൽ റെനോവേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ റൂം പണിയണമെങ്കിലോ അങ്ങനെ ഒന്നും നമുക്ക്. ക്രോസ് ലീസ് എന്ന് പറയുമ്പോൾ വേറൊരു പ്രോപ്പർട്ടിയുമായിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി തന്നെ വേറൊരു പ്രോപ്പർട്ടിയായിട്ട് ക്രോസ് ലീസ് ആയിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും റെനോവേഷനോ ഈവൻ ഒരു ബോർഡ് വെക്കണമെങ്കിൽ കൂടി ചിലപ്പോൾ നമുക്ക് മറ്റൊരാളുടെ പെർമിഷൻ എടുക്കേണ്ടി വരും. പക്ഷെ അതിവിടെ വളരെ കോമൺ ആണ് അങ്ങനത്തെ വീടുകൾ. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് ഒന്നുമല്ല. എല്ലാം 90% വീടുകളും അങ്ങനെയുണ്ട്. കാരണം ഷെയർഡ് ഡ്രൈവേ ആയിട്ട് വരും ചില വീടുകൾ, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഹോംസ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഹോംസ് ആയിരിക്കും. അതുപോലെ വിലയും ഇപ്പോൾ 3 bedroom 4 bedroom എക്സിസ്റ്റിംഗ് ഹോംസ് എന്ന് പറയുമ്പോൾ ഒരു 1 million എബോവ് ഒക്കെ വരുന്ന വീടുകളായിരിക്കും. അപ്പോൾ ഏത് ഏരിയയിലാണ് നിങ്ങൾ വീട് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ദൂരത്തേക്ക് സിറ്റിയിൽ ഒരുപാട് ദൂരേക്ക് പോകാൻ താല്പര്യമില്ല അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ. കഴിവതും ഒരു ജോലി സ്ഥലത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടൊന്ന് പറഞ്ഞുതരോ? ആദ്യം നമ്മൾ എവിടെ തൊട്ട് തുടങ്ങണം? ഓക്കെ, ഇപ്പം നിങ്ങൾ വ്യൂയിങ്ങിന് പോയി എന്ന് പറഞ്ഞു അല്ലേ? അപ്പം നിങ്ങൾക്ക് വീടുകളെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണും, എങ്ങനത്തെ വീടുകളാണോ ഉള്ളത് എന്നൊക്കെ. അത് ഒരു സ്റ്റെപ്പാണ്. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ്, ഇപ്പോൾ അവർ പറഞ്ഞ പോലെ $80,000 വേണമെന്ന് നിർബന്ധമില്ല കയ്യിൽ. പക്ഷെ നമുക്ക് ഇത്ര ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത്രേൻ്റെ ഒരു വീടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്ര ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ 2 പേരുടെയും പ്രൊഫഷൻ വെച്ചിട്ട് മാറ്റം വരും. അതായത് നിങ്ങളുടെ ഇൻകം വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലോൺ എമൗണ്ട് എത്രയാണെന്നുള്ളത് മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്താൽ നിങ്ങളൊരു പ്രീ അപ്രൂവലിന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കുക എത്ര ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്നു.
അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 30,000 ഉണ്ട്, നിങ്ങൾക്ക് നാട്ടിൽ പ്രോപ്പർട്ടിയോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അപ്പോൾ അത് റേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു 80,000 അല്ലെങ്കിൽ ഒരു 90K ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 100K ഒക്കെ കിട്ടും ഡൗൺ പേയ്മെൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾക്ക് 1 million വീടാകും. നിങ്ങൾക്ക് 10% ഡെപ്പോസിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 5% ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ള സ്കീമുകളും ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ ബാങ്ക്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം. ഒന്നിൽ നിങ്ങൾക്കൊരു മോർഗേജ് ബ്രോക്കറെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളിൽ ഡയറക്റ്റ് പോവാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. നമുക്കൊരു റഫ് ഐഡിയ കിട്ടിയാൽ മതിയെങ്കിൽ, അതായത് ഒരു പ്രീ അപ്രൂവൽ കിട്ടിയാൽ മതിയെങ്കിൽ നമുക്ക് പല ബാങ്കുകളിൽ അപ്രോച്ച് ചെയ്തിട്ട് ബെറ്റർ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇനി മോർഗേജ് ബ്രോക്കറെ വെച്ചിട്ടാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പക്ഷെ അപ്പോഴും അവർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ് എത്ര ഉണ്ടാവും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങൾ ബാങ്കുകളിൽ പോയി അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട്, പല ബാങ്കുകളിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് എത്ര ലോൺ കിട്ടുമെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വരെ വരുന്ന വീടുകൾ നമുക്ക് നോക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, മോർഗേജ് അഡ്വൈസറുമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവരാണ് ബാങ്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൂടുതൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും എന്ന് നമ്മൾ നേരിട്ട് പോകുന്നതിനേക്കാളും. അത് എത്രത്തോളം ശരിയാണ്? ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റിൽ ഇപ്പോൾ ബാങ്കുകളിലും ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു, മോർഗേജ് ബ്രോക്കർ വഴിയും. അപ്പം ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. നമ്മുടെ കയ്യിൽ എത്ര സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് കുറഞ്ഞ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതിപ്പം നെഗോഷിയേറ്റ് ചെയ്ത് കുറഞ്ഞ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ സംഭവം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. നമ്മുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ് എത്ര ഉണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ 10% ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ 5% ഡെപ്പോസിറ്റ്, അതായത് നമ്മൾ ബാങ്കിന് എത്ര % ലോണിൻ്റെ എത്ര % പ്രോപ്പർട്ടിയുടെ വാല്യൂൻ്റെ എത്ര % നമ്മൾ ബോറോ ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരും. ഇപ്പോൾ ഒരു 4 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ, 4% സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ, നമ്മൾ ഒരു 95% ഒക്കെയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നത്. അതായത് നമ്മുടെ 5% ഡെപ്പോസിറ്റേ ഉള്ളെങ്കിൽ നമുക്ക് ലോ ഇക്വിറ്റി ഇൻകം എന്ന് പറഞ്ഞിട്ട് മാർജിൻ എന്ന് പറഞ്ഞിട്ടൊരു റേറ്റും കൂടി ആഡ് ചെയ്യും അതിലോട്ട്. ഇപ്പോൾ 10% ആണെങ്കിൽ അതൊരു 0.75% എക്സ്ട്രാ ആഡ് ചെയ്യും. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റ് 4 ആണെങ്കിൽ അതിലേക്ക് ഒരു 0.75 കൂടി ആഡ് ചെയ്യും. അപ്പോൾ 10% ഡെപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് 4.75% ആയിരിക്കും ഇൻട്രസ്റ്റ്. 20% കൊടുക്കുന്ന ഒരാൾക്ക് 4.4% കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റീപേയ്മെൻറ്റിലും വ്യത്യാസം വരും. ഞാനിങ്ങനെ വ്യൂവിനൊക്കെ പോയപ്പോൾ കിച്ചണും എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റോറേജും ആണെങ്കിലും കുറവ്. പൊതുവേ ഈ ന്യൂസിലൻഡിലെ ഹൗസെല്ലാം അങ്ങനെ തന്നെയാണോ? എത്ര വലിയ വീടുകളെ നോക്കി പോയാലും കിച്ചൺ ഏകദേശം ഇങ്ങനെ ലിവിങ് റൂമിനോട് ചേർന്നിട്ടുള്ള കിച്ചണും ഡൈനിങ് ഹോളും കിച്ചണും ഒരുമിച്ചുള്ളതും, അല്ലെങ്കിൽ ചെറിയ സ്പേസിലുള്ള കിച്ചണാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. പിന്നെ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീട് മേടിച്ചിട്ട് റെനോവേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അല്ലാതെ വരുന്നത് മുഴുവനും ഇങ്ങനെയുള്ള കിച്ചൺ ആയിരിക്കും വരുന്നത്. നമുക്കിപ്പോൾ നാട്ടിൽ കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? നമുക്ക് നാട്ടിൽ എന്ത് ഉള്ളതെന്ന് നോക്കുക. അതായത് എന്താണ് നമുക്ക് പ്രോപ്പർട്ടി ആണോ, ഗോൾഡൊക്കെ ആണെങ്കിൽ അത് പണയം വെക്കുന്നതാണെന്നൊക്കെ, പണയം വെച്ചിട്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളൊക്കെ ചെയ്തത് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സെല്ല് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. പണയം വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റും നമ്മൾ അവിടെ അടയ്ക്കണം, ഇവിടെയും നമുക്ക് ബാധ്യത വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നാട്ടിൽ വിറ്റിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ തന്നെയാണ് പോയി വിൽക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കാണിക്കുക. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിറ്റിട്ട് യൂഷ്വലി നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ. അപ്പോൾ പക്ഷേ കൺവേർഷൻ ചാർജ് വരും. അതിപ്പോൾ
14 lakhs ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു 25,000 ഒക്കെ ഞങ്ങൾക്ക് കൺവേർഷൻ ചാർജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് അയക്കുന്നവരെയൊക്കെ, പക്ഷേ അത് മണി ലോണ്ടറിങ് എന്നുള്ളതിലൊക്കെ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. ഒരു എമൗണ്ട്, ഒരുപാട് എമൗണ്ട് ഇപ്പം നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഗിഫ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇവിടുത്തെ ബാങ്കിനെ അത് അറിയിക്കണോ ഇത്ര ഫണ്ട് ഞങ്ങൾക്ക് വരുന്നുണ്ട്, അതോ ജസ്റ്റ് നമ്മുടെ നാട്ടിലെ അത് നമ്മൾ ഒരു പ്രീ അപ്രൂവലിന് പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് 80, അതായത് ഇപ്പോൾ 10% ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ബാക്കി ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ടോ അല്ലെങ്കിൽ പുറത്ത് പ്രോപ്പർട്ടി നാട്ടിൽ, അപ്പോൾ നമ്മൾ നാട്ടിൽ ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ട് അങ്ങനെയുള്ള കാര്യം പറയണം. അത് വിറ്റിട്ട് പൈസ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ബാങ്കിനോട് പറയണം. അങ്ങനെയാണ്. വേറെ ഒരു ഫോർമാലിറ്റി ഇല്ല ഇവിടെ ബാങ്കിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് ഇല്ല, നമ്മൾ ഒരു ഗിഫ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ തന്നെ പേരിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കത് നമ്മുടെ ഇതായിട്ട് കാണിക്കാം. ഓൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടാണ്, അതായത് നമുക്ക് പഴയ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആഭരണങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കത് അതിന് പ്രൂഫ് ഉണ്ടാവുമല്ലോ, പ്രോപ്പർട്ടി വിറ്റതിനും അങ്ങനത്തെ കാര്യങ്ങൾക്കും. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പ്രയാസമൊന്നുമില്ല. നമ്മളൊരു വീട് കാണാൻ പോകുമ്പോൾ അതിന്റെ വില ആ ഓണർ പറയുന്നതാണോ ശരി, അതോ പുള്ളി അധികം പറയുന്നതാണോ, അതോ ന്യായമായ വിലയാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് ചില പ്രോപ്പർട്ടികൾ ഓൾറെഡി ആസ്കിങ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾക്ക് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ പ്രൈസിൽ നമുക്കൊരു കണ്ടീഷണൽ ഓഫർ വയ്ക്കാം. അല്ലാതെ ചിലത് ഡെഡ് ലൈൻ സെയിൽ എന്ന് പറഞ്ഞിട്ട് കിടക്കും, ചിലത് ഓപ്ഷൻ പ്രോപ്പർട്ടികളായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് ചിലപ്പോൾ ചെറിയ ഇതിലായിരിക്കും തുടങ്ങുന്നത്, പക്ഷേ വൺസ് അത് ഓപ്ഷന് പോയി കഴിയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് കൂടുതൽ വിലയിൽ പോകും. നമുക്ക് ഇപ്പോൾ നമ്മളോട് അവരൊരു വില പറഞ്ഞാൽ നമുക്കത് ഓക്ലൻഡ് കൗൺസിലിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് പ്രോപ്പർട്ടിയുടെ വാല്യൂ, ക്യാപിറ്റൽ വാല്യൂ എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം അവരത് കൂട്ടി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സെയിം വാല്യൂ തന്നെയാണോ എന്ന്. മോസ്റ്റ്ലി അവർ ക്യാപിറ്റൽ വാല്യൂ തന്നെയായിരിക്കും പറയുന്നത്. ക്യാപിറ്റൽ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ആ ക്യാപിറ്റൽ വാല്യൂവിന് അനുസരിച്ചായിരിക്കില്ല മിക്കപ്പോഴും പ്രോപ്പർട്ടി വിറ്റ് പോകുന്നത്. ക്യാപിറ്റൽ വാല്യൂവിന് താഴെയായിരിക്കും വിറ്റ് പോകുന്നത് അല്ലേ? ചിലത് ക്യാപിറ്റൽ വാല്യൂവിന് വിറ്റ് പോകും, ചിലത് അതിന് താഴെ ആയിരിക്കും. അത് ഡിപ്പെൻസ്, ലൈക്ക് അവരുടെ സിറ്റുവേഷൻ, അവർക്ക് വേഗം വിൽക്കണോ, അപ്പോൾ ഓഫർ വന്ന് ചിലപ്പം കുറേ പേര് വന്നൊരു ഓഫർ വെച്ച് അതിലേറ്റവും കൂടുതൽ ഓഫർ ഉള്ളവർക്ക് ചൂസ് ചെയ്യും. അങ്ങനെയൊക്കെ അത് ഓണറുടെ സിറ്റുവേഷനും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, വിൽക്കുന്ന ആളുടെ. ഈ കോൺട്രാക്ട് എഴുതുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലി കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ടോ? ഇവിടെ ഒരുപാട് പേപ്പർ വർക്ക്സ് ഒന്നും ഇല്ല. അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് പേപ്പറുകളൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു രജിസ്ട്രേഷൻ്റെ ഒരു പേപ്പർ ഇമെയിലായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ലോയറുടെ അടുത്ത് പോയിട്ട് സൈൻ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് പേപ്പറും അതൊന്നുമില്ല. പിന്നെ നമുക്ക് കണ്ടീഷണൽ ഓഫർ വെക്കുന്ന സമയത്ത് ഇപ്പോൾ വൺസ് നമ്മൾ പോയി ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മുടെ കയ്യിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ്, അപ്പോൾ നമ്മളൊരു കണ്ടീഷണൽ ഓഫർ വയ്ക്കും. കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഫിനാൻസിൻ്റെ കാര്യമാണ്. പിന്നെ പഴയ വീടാണെങ്കിൽ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ അത് കംപ്ലീറ്റ് ചെയ്ത് ബിൽഡിംഗ് ഉറപ്പാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം നമുക്ക് കണ്ടീഷനായിട്ട് മുന്നോട്ട് പോയാൽ മതി. പിന്നെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് പ്രോപ്പർട്ടീനെ സംബന്ധിച്ച് അത് നമ്മളൊരു അഡ്വക്കേറ്റിന് ഇതിൻ്റെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് ലോയർക്ക് കൊടുത്താൽ അവരത് വെരിഫൈ ചെയ്ത് അതും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ കണ്ടീഷണൽ ഓഫർ എന്നുള്ളത് മാറി അൺകണ്ടീഷണൽ ആവുള്ളൂ. അപ്പോൾ അതിനൊരു സമയം നമുക്ക് കിട്ടും ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര സമയം കിട്ടും? യൂഷ്വലി അവർ 10 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ വെക്കുകയാണെങ്കിൽ വെക്കാം, പക്ഷേ കൂടുതൽ വെച്ചിട്ട് കാര്യമില്ല. അവർ വേറെ ആൾക്കാരും ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വന്നാൽ ഒരുപാട് പേര് ആ പ്രോപ്പർട്ടി കാണുന്നുണ്ടാവും, അതിനവർ ഓഫർ വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ ഓഫർ വരുന്നവർക്കായിരിക്കും സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ യൂഷ്വലി അവരൊരു 10 വർക്കിംഗ് ഡേയ്സ് ഒക്കെ പോരെ ഇത്രയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ചോദിക്കും.
ഈ 10 വർക്കിംഗ് ഡേയ്സിൽ നമ്മുടെ ഒരു മനസ്സ് മാറിയെങ്കിൽ നമുക്കിത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് പറയാം, നമുക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് 10 വർക്കിംഗ് ഡേയ്സ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ വേണ്ടാന്ന് തീരുമാനം, നമുക്ക് കുറച്ചും കൂടി ബെറ്റർ പ്രോപ്പർട്ടി നമുക്ക് 3 കണ്ടീഷൻസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്, ഫിനാൻസ്, ലീഗൽ, ഇത്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, എത്ര നാൾക്കകം അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും? ഒരു നോർമൽ പ്രോസസ് ആണെങ്കിൽ നമ്മളൊരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമ്മൾ 10 ഡേയ്സ് അവരോട് കണ്ടീഷണൽ ഓഫർ ചോദിക്കുന്നു, കണ്ടീഷണൽ ആയിട്ട്. അപ്പോൾ ആ 10 ഡേയ്സ് നമ്മൾ ഓക്കെ, എല്ലാ കണ്ടീഷൻസും ഓക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഈ ഓഫർ അൺകണ്ടീഷണൽ ആവുന്നു. അപ്പോൾ അവർ നമുക്ക് എന്നാണ് ഇപ്പം പൈസ കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് 10% ഉണ്ട്, അത് നമുക്ക് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ തന്നെ ഉടനെ തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ 10% കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫോർമാലിറ്റീസ് പോകുന്നു. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാം സെറ്റിൽ ചെയ്യാവുന്നതാണ്. നമ്മളൊരു പുതിയ വീട് എടുക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻഷുറൻസും ഒക്കെ എടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്, അതിനെ പറ്റി എന്തെങ്കിലും? ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എല്ലാ വീടുകൾക്കും. നമ്മൾ വണ്ടിയൊക്കെ വാങ്ങണ പോലെ തന്നെയാണ് ഇൻഷുറൻസ് ഉണ്ടാവണം. അത് ഒന്ന് ഹോം ഇൻഷുറൻസ് ആണ്, പിന്നെ ലൈഫ് ഇൻഷുറൻസും എടുക്കാറുണ്ട്. പിന്നെ കണ്ടന്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒക്കെ ഇൻഷുർ ചെയ്യാവുന്നതാണ്. കാരണം ഇൻ കേസ് ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഒക്കെ ഹോം ഇൻഷുറൻസ് എന്തായാലും എടുത്തിട്ടുണ്ടാവണം. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് നമുക്ക് ഡിപ്പെൻസ് നമ്മൾ എത്ര, ഇപ്പോൾ മുഴുവനും ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളൊരു 900-ൻ്റെ പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ ചിലപ്പം 500 ഒക്കെ ആയിരിക്കും ഇൻഷുർഡ് ആയിട്ടുള്ളത്. കണ്ടന്റ് ഇൻഷുറൻസ് ഇല്ലെങ്കിലും നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ ഹോം ഇൻഷുറൻസ് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്നതാണോ ഹോം ഇൻഷുറൻസ്? അതോ നമുക്ക് ഇവിടെ ഇപ്പം ന്യൂസിലാൻഡിലെ മോട്ടോർ ഇൻഷുറൻസ് ഇപ്പം ഇൻഷുറൻസ് ചെയ്യുന്നത് ഇൻഷുറൻസ്, മറ്റേ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുന്ന കമ്പനികൾ, പിന്നെ വേറെ ഏതൊക്കെയോ ഇൻഷുറൻസ് ഇതുണ്ട്. ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇൻഷുറൻസ് ആണ്. അത് നമുക്ക് 160 ഒക്കെ പെർ മന്ത് വരുന്നത്. വീടിന്റെ അനുസരിച്ച്, വീടിന്റെ വാല്യൂ നമ്മൾ എത്രേന്റെ വാല്യൂ അനുസരിച്ചിട്ട്. ഇപ്പം 900K ഒരു വീട് എടുത്തപ്പം അതിനൊരു 500K ഒക്കെയാണ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. ബാക്കി വരുന്നില്ല. ഇത്രയും പ്രോപ്പർട്ടി, അത് പ്രോപ്പർട്ടിയുടെ ഏരിയ എത്ര ഉണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ്, അതുപോലെ എന്ത് മെയ്ഡാണ്, പിന്നെ മീൻസ് ബ്രിക്ക് ആൻഡ് ടൈലാണോ വെതർ ബോർഡാണോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഗരാജിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ. പിന്നെ എന്താണ് ഉപയോഗിക്കുന്നത്, ഗ്യാസ് ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തോന്നുന്നു എനിക്ക്. അതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഗ്യാസ് ഉപയോഗിക്കുന്നതാണോ അതോ ഈ ഇൻഡക്ഷൻ പോലത്തെ ഇത് ഉപയോഗിക്കുന്നതാണോ സേഫർ? ഇലക്ട്രിക് ആണ് കുറച്ചും കൂടി സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. യൂസ് ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ടും ആണെങ്കിലും ഗ്യാസ് എന്താ ഇവിടെ അറിയാലോ, എല്ലാ വീടുകളും പെട്ടെന്നാണ് വീടുകളൊക്കെ പണിത് തീരുന്നത്, എല്ലാം വുഡാണ്. അപ്പോൾ ഫയറൊക്കെ വന്നാൽ പെട്ടെന്ന് ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫ് ഇലക്ട്രിക് ആണെന്നാണ് തോന്നുന്നത്. വൺസ് വീട് മേടിച്ചു കഴിഞ്ഞാൽ വീടിന് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് വന്നാൽ അത് ഈ നമ്മുടെ ഓണർ, ഐ മീൻ നേരത്തെ വിറ്റ ആ ഏജൻസി കവർ ചെയ്ത് തരുമോ അതോ നമ്മൾ തന്നെ എക്സ്പെൻസ് ആക്കണോ? അത് നമ്മൾ ഏത് ടൈപ്പ് വീടാണ് മേടിക്കുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സിസ്റ്റിംഗ് ഹോമാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അവർ വൺസ് അവർ വിറ്റ് പോയാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പിന്നെ അവർക്ക് അതിലൊരു ഇതുണ്ടാവില്ല. അതിനാണ് നമ്മൾ വീട് മേടിക്കുന്നതിന് മുമ്പ് ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ നടത്തുകയും വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, മീൻസ് വയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതിന് ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ന്യൂ ബിൽറ്റ് ആണെങ്കിൽ ചില ന്യൂ ബിൽറ്റ് വീടുകൾക്ക് മറ്റേ ഏജൻസി അല്ല, ഇത് ബിൽഡർ അതിൻ്റെ കവർ കൊടുക്കുന്നുണ്ട്. അത് 5-10 years ഒക്കെ കവർ ചെയ്യുന്ന ഇതുണ്ട്.
മെയിൻ്റെനൻസ് വന്നാൽ ചിലപ്പോൾ 1 ഇയർ വരെ നമുക്ക് അവർ എന്ത് വന്നാലും ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോർഗേജ് അഡ്വൈസറിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? മോർഗേജ് അഡ്വൈസേഴ്സ് ഒരുപാട് നല്ല മോർഗേജ് അഡ്വൈസേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് കുറച്ചും കൂടിയും ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പം നമ്മുടെ തന്നെ ലാംഗ്വേജിൽ വരുമ്പോൾ ആയിരിക്കും. അല്ലാതെയും ഉണ്ട് ഒരുപാട്. പിന്നെ ബാങ്കുകളിൽ പോയാൽ തന്നെ അവിടെ നിന്നും നമ്മൾക്ക് പ്രീ അപ്രൂവൽ എടുത്ത് തരുന്നതും മോർഗേജ് അഡ്വൈസേഴ്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം ശ്രദ്ധിക്കാനുള്ളത്, എന്തെങ്കിലും പേഴ്സണൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നോട് ചോദിച്ചിരുന്നു വീട് മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉള്ള പേഴ്സണൽ ലോണുകളൊക്കെ നമുക്ക് മെല്ലെ ക്ലോസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പേ ഓഫ് ചെയ്യാവുന്ന ലോണുകളൊക്കെ പേ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രീ അപ്രൂവലിന് പോകുമ്പോഴത്തേക്കും നമ്മൾക്കിത് എല്ലാം സെറ്റായി വരുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ചിലപ്പോൾ ബാങ്ക് അങ്ങനെ ഒരു ഇത് വെച്ചാൽ, അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചാൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പേ ഓഫ് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മൾ എക്സ്ട്രാ ഡൗൺ പേയ്മെൻറ്റിനുള്ള പൈസ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് വരുമ്പോൾ ഒന്നും ഇല്ലാതായിപ്പോവും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീട് ഞങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് എൻ്റെ വീട് ഞങ്ങൾ 1 ഇയർ റിന്യൂ ചെയ്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ റിന്യൂവൽ വരുന്ന സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ റിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് മൊത്തത്തിൽ നമ്മൾ ലീസ് ഇടയിൽ വെച്ച് ബ്രേക്ക് ആകുമ്പോൾ ഡെപ്പോസിറ്റ് മൊത്തത്തിൽ നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിനൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കുക. നമ്മളൊരു വീട് മേടിക്കാൻ നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ആയി നമ്മളിത് പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ നെക്സ്റ്റ് റിന്യൂവൽ വരുമ്പോൾ മുതൽ നമ്മൾ ഷോർട്ട് ടേമിലേക്ക് റിന്യൂ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി, ഇപ്പോൾ 1 മാസം എക്സ്ട്രാ ഇട്ടാലും നമുക്ക് അടുത്ത വീട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് എക്സ്ട്രാ ഇടാനും സമയം കിട്ടും. അതുപോലെ ഈ വീട് മേടിക്കുമ്പം ഈ ലോൺ എമൗണ്ട് അല്ലാതെ നമ്മൾ കയ്യിൽ ഒരു എക്സ്ട്രാ കുറച്ച് പൈസ കരുതേണ്ടതുണ്ടോ? ചില ബാങ്കുകൾ ഇത് വയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തു, 10% നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. ഏത് ബാങ്കുകൾക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളെടുത്ത ബാങ്കിൽ 3 ഇയേഴ്സ് വരെ നമ്മൾ സെയിം ബാങ്ക് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോൺ എടുത്തു കഴിയുമ്പോൾ 5,000 നമുക്ക് ക്യാഷ് ബാക്ക് തരും. അത് നമുക്കൊരു, ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അത് നമുക്കൊരു ഇനീഷ്യലായിട്ടൊരു നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് 10% എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ വരും തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് അത് കുറേ ബാങ്കുകൾക്കുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 1 ഇയറിലേക്കാണ് ആദ്യം തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് അത് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞ് നമ്മൾ ബാങ്ക് മാറുവാണെങ്കിൽ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കണം. അല്ല നമ്മൾ 3 ഇയേഴ്സ് വരെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഇനീഷ്യൽ 5,000 പല ബാങ്കുകളും ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്കുള്ള സംശയങ്ങളെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.